അപ്പോൾ നമുക്ക് ക്ലീനിങ് ഏതാണ്ട് കംപ്ലീറ്റ് ആയില്ലേ, ശരീരത്തിൻ്റെ ക്ലീനിങ്. പിന്നെ ഏത് ഭക്ഷണം വേവിക്കാത്തത് എന്തും, കരിമ്പിൻ്റെ ജ്യൂസ്, പേരക്ക, ഏത്തക്ക, മധുരക്കിഴങ്ങ്, 4 എണ്ണ ആവശ്യത്തിന്. അതിനകത്ത് നിന്ന് എത്ര ക്വാണ്ടിറ്റി എനർജി കിട്ടണം? 60% എനർജി കിട്ടത്തക്ക വിധം എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടുതൽ ക്വാണ്ടിറ്റി വേണം. ഫാറ്റിന് വേണ്ടിയിട്ട് എന്ത് കൊടുക്കാൻ പറ്റും? അവക്കാഡോ. പ്രോട്ടീന് വേണ്ടിയിട്ട് ഇപ്പം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? നിലക്കടല. നിലക്കടല ഓരോ കടലയും പ്രാകും കേട്ടോ. മനസ്സിലായിക്കോളൂ. പക്ഷെ എന്താ, നമുക്ക് വേറൊരു പ്രോട്ടീൻ കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനോട് വേണം ക്ഷമ പറഞ്ഞതിൻ്റെ അടുത്ത് കഴിച്ചോളൂ. വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ഇനി അവക്കാഡോ കിട്ടാതെ വരുമ്പോൾ, ഇവിടെ കിട്ടില്ല എന്ന് വിചാരിക്കുക, ലക്ഷ്മി എടുക്കാൻ പറഞ്ഞ ഒരു എണ്ണ തരും, വെളിച്ചെണ്ണ. 1 കിലോയ്ക്ക് 2000 രൂപയേ ഉള്ളൂ. അതെ. വെർജിനൊന്നുമല്ല, വെർജിനെയൊക്കെ കവച്ചു വെച്ചു നമ്മൾ. അത് തയ്യാറാക്കുന്നത് തേങ്ങാപ്പാലെടുത്ത്, എങ്ങനെ എടുത്തു? ഫെർമെന്റ് ചെയ്യണം. ഫെർമെന്റ് ചെയ്യാനുള്ള ബാക്ടീരിയ ആഡ് ചെയ്യുക. അങ്ങനെ 4 ദിവസമൊന്നും കാത്തിരിക്കണ്ട. ഫെർമെന്റ് ചെയ്യാനുള്ള ബാക്ടീരിയ ആഡ് ചെയ്ത് ഫ്രിഡ്ജിന്റെ ഇതിൽ തണുപ്പിച്ച്, ആ തണുപ്പിൽ തണുപ്പിച്ച് കഴിഞ്ഞാൽ ഫാറ്റ് പൊങ്ങി വരും. എടുത്ത് സോളാർ ഡ്രയറിൽ വെച്ച് ഉണക്കിയെടുക്കും. സോളാർ ഡ്രയർ ഉണ്ടാക്കണം. ബാക്ടീരിയ, പ്രത്യേകം ബാക്ടീരിയ അതിനകത്ത് തന്നെ ഉണ്ടാകും. നമുക്ക് ആഡ് ചെയ്യാം. നമ്മളിപ്പോൾ പാൽ ഉറവെക്കാൻ എന്താ ചെയ്യണേ? ഇച്ചിരി തൈര് എടുത്ത് ഒഴിക്കല്ലേ, എന്താ ചെയ്യണേ? ബാക്ടീരിയ ആഡ് ചെയ്യുക. ഇതേമാതിരി തന്നെ നമുക്ക് ഇതിനെ ഫെർമെന്റ് ചെയ്തെടുക്കാനായിട്ടുള്ള ബാക്ടീരിയ ആഡ് ചെയ്ത് ഉണക്കി എടുത്ത എണ്ണയാണ് വരുന്നത്. ആ എണ്ണയ്ക്ക് വില വേണം. അവക്കാഡോയ്ക്ക് പകരം വരുന്ന എണ്ണയാണ്. അൾഷമേഴ്സിന് ഞാൻ കൊടുത്തിട്ടിരിക്കുന്ന ഈ എണ്ണയാണ്. അൾഷമേഴ്സ് തുടങ്ങി എന്ന് പറയുന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിന് ബ്രെയിനിലേക്ക് എത്തിക്കാനായിട്ട് ഈ എണ്ണയാണ് കൊടുക്കുക. ഫാറ്റാണത്. നമ്മൾ മറ്റത് ഇല്ലാഞ്ഞിട്ടാണ്, വാട്ടർ സോളുബിൾ ഫാറ്റ് ഇല്ലാത്തത് കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. അവക്കാഡോ സുലഭമായി കഴിഞ്ഞാൽ നമ്മൾ അവക്കാഡോ മാത്രമേ കുടിപ്പിക്കുകയുള്ളൂ. പിടികിട്ടിയല്ലോ? ഇതായി. അപ്പം ഇതായില്ലേ? സാറിന് മനസ്സിലായില്ലോ? 60-30-10 10. ആ പെർസെൻറ്റേജ് റേഷ്യോ കണക്കാക്കി ചെന്നാൽ ഗോജിബറി ഉണ്ട്. ഗോജിബറി കിളുത്ത് വന്നേന്. ഡ്രൈ ഫ്രൂട്ട് ഡ്രൈ അല്ല നമുക്ക് വേണ്ടേ. ഇതിനകത്തൊക്കെ, ഈ ഫ്രൂട്ടിനകത്തൊക്കെ ഉള്ള പ്രധാനം വെള്ളമാണ്. പ്രധാനം വെള്ളം. അതിൻ്റെ വെള്ളത്തിനാണ് പ്രാധാന്യം. ഡ്രൈ ആക്കിയാൽ എന്താ സംഭവിക്കണേ? അതിൻ്റെ വെള്ളം പോയി എന്നുള്ളതാണ്. വെള്ളത്തിന് 1 സ്പൂൺ വീതം 2 നേരം, ഒരു ചെറിയ ടീസ്പൂൺ വീതം 2 നേരം കൊടുത്താൽ മതി. ടീസ്പൂൺ കൊടുക്കണം. വെറുതെ കഴിക്കാം. എല്ലാവർക്കും കഴിക്കാം. അപ്പം നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറവാണ്, HDL കുറവാണ്. HDL കുറവാനായിട്ട് നമ്മൾ omega-3 ആണ് കൊടുക്കണം. omega-3 കൊടുത്തുകൊണ്ടിരുന്നിട്ട് കയറണില്ല. അപ്പം എന്ത് ചെയ്തു? ഈ വെളിച്ചെണ്ണ കൂടി ഓരോ സ്പൂൺ കൊടുക്കും. അത് കയറും, HDL കയറും. അതന്നെയല്ല, ഇത് ഇവരുടെ ഈ എടുക്കണ തേങ്ങ ഓർഗാനിക്കലി കൃഷി ചെയ്യുന്ന 36 ഏക്കറുള്ള ഒരു സ്ഥലത്ത് തേങ്ങയാണ് എടുക്കുന്നത്. ആ തേങ്ങയിൽ അയഡിനുണ്ട്. ഈ വെളിച്ചെണ്ണയിൽ അയഡിനുണ്ട്. അത് ടെസ്റ്റ് ചെയ്ത് ലാബ് റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. തേങ്ങാപ്പാൽ കഴിക്കാം. തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ കഴിച്ചാൽ മതി. തേങ്ങാപ്പാൽ ചേർത്തിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചോ. തേങ്ങ കഴിക്കാം. പറഞ്ഞല്ലോ, വാഴപ്പഴമാണ് ഉള്ളത് വീട്ടിൽ. കുറച്ച് തേങ്ങ ചിരണ്ടി എടുക്കുക. ഒരു അരമുറി തേങ്ങ ചിരണ്ടി എടുക്കുക. അതിനകത്തേക്ക് വാഴപ്പഴങ്ങൾ, ഏത്തപ്പഴമോ പാളയം കൊടനോ ഞാലിയോ എന്താണേലും അങ്ങോട്ട് ഞെരടി ചേർക്കുക. ഒരു പിടി കപ്പലണ്ടിയും കൂടി അതിനകത്തിടുക. വെറുതെ തിന്നോളുക. വിശക്കില്ല. പിന്നെ ആയില്ലേ? 3 വന്നില്ലേ? നല്ല കോമ്പിനേഷനാണ്. മധുരക്കിഴങ്ങിൻ്റെ പൊടി ലക്ഷ്മി തരും. 1 സ്പൂൺ മധുരക്കിഴങ്ങ് പൊടി കിട്ടും. 1 പൊടി മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1/4 കിലോയ്ക്ക് മേടി വരും. 1 സ്പൂൺ എന്ന് പറഞ്ഞാലേ അത് ഉണങ്ങി പൊടിച്ച് വരുമ്പോഴത്തേക്ക് ഒരു 1/4 കിലോ വരും. അത്ര ചെന്നാൽ പോരെ? ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ആയില്ലേ?
എല്ലാവർക്കും കൊടുക്കാം, എല്ലാവർക്കും കൊടുക്കാം, എല്ലാവർക്കും സാധനം. വേവിക്കാത്തത് കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ വേവിക്കാത്ത ഭക്ഷണം നമ്മൾ കൊടുത്തു. ഈ കണ്ടീഷനിൽ നമുക്ക് വിറ്റാമിൻ സിയും ഗ്രേപ്സിഡും വിറ്റാമിൻ ബിയും കൊടുക്കാം. ഇത് ചെയ്തിട്ടേ കൊടുക്കാം. അല്ലെങ്കിൽ എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രതിരോധ ശക്തി നമുക്കെതിരെ തിരിയുന്നതാണ്. നമ്മുടെ പ്രതിരോധ ശക്തി നമുക്കെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടിയാൽ എന്തായിരിക്കും സംഭവിക്കുക? എതിരെ ഉള്ള ശക്തി കൂടും. എന്നാൽ നിങ്ങൾ ബ്ലഡിന്റെ pH കറക്റ്റ് ചെയ്ത് മാലിന്യം മാറ്റി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ പ്രതിരോധ ശക്തി കൂട്ടിക്കേ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എവിടെ പോകണമെന്ന് അറിയാൻ പറ്റില്ല. ആ കുടങ്ങല കൊടുത്തു. കുടങ്ങല കുറേയൊക്കെ വർക്ക് ചെയ്യും. കാരണം അത് ബ്രെയിൻ സ്റ്റിമുലൻ്റ് ആണ്. അതായത് ഒരു ബ്രെയിൻ ടോണിക്കാണ് ഹൈഡ്രോകോട്ടയിൽ എന്ന് പറഞ്ഞ കുടങ്ങൽ. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ആ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ബ്രെയിൻ കറക്റ്റ് ചെയ്തു. ബ്രെയിൻ ഒരു സപ്പോർട്ട് കിട്ടിയപ്പോൾ രോഗം ബ്രെയിൻ സ്വയം മാറ്റി. ഇത് അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ 2 to 3% മാത്രമേ സാധിക്കൂ. പിടികിട്ടില്ലേ? അത് അസിഡിറ്റി. മദ്യത്തിൽ നിന്നില്ല, അത് പഥ്യത്തിൽ മാത്രം നിർത്തുന്നതുകൊണ്ടാണ്. നമ്മൾ ബോഡി ക്ലീൻ ചെയ്ത് പ്രതിരോധ ശക്തി കൂട്ടിക്ക് ഇച്ചിരിയൊക്കെ തെറ്റിയാലൊന്നും ഒരു കുഴപ്പവും പറ്റില്ല. പിടികിട്ടിയില്ലേ? നമ്മൾ ആയുർവേദം പഥ്യാണ് നോക്കുന്നത്. പഥ്യം, ഇന്നത് കഴിക്കരുത് ഇന്ന കഴിക്കരുത് എന്നുള്ളതാണ്. നമ്മളതാണോ ചെയ്യണേ? പഥ്യമാണെന്ന് തോന്നും, പക്ഷെ ഇതാണ് പഥ്യമാണോ? ശരീരം ക്ലീൻ ചെയ്യലാണ്, പ്രതിരോധ ശക്തി കൂട്ടലാണ്, വിധിച്ച അന്നത്തിലേക്ക് തിരിച്ചുവിടലാണ്. ഫ്രൂട്ട് ജ്യൂസൊക്കെ കുടിച്ചെന്ന് വിചാരിക്കുക, എന്തുകൂടി ചെയ്താൽ മതി. ബാക്കി 3 അന്നങ്ങൾ കിടപ്പുണ്ട്. ഏതൊക്കെയാണ്? ഓക്സിജൻ, ശബ്ദം, അഗ്നി, കാഴ്ച. നല്ല സുഖമായ സ്ഥലത്ത് പോയി ഒരു മാസം പോയി താമസിച്ചും പോരാൻ. തേക്കടി പോലെയുള്ള, അതായത് ഒരു AC നാച്ചുറൽ ക്ലൈമറ്റ് കണ്ടീഷനിൽ പോയി താമസിച്ച് അവിടുത്തെ വായുവും ശ്വസിച്ച് ഇങ്ങനെ പോരാൻ പറയണം. അപ്പോൾ അവരുടെ ബോഡി കറക്റ്റാകും. പഞ്ചഭൂതങ്ങൾ 5ഉം കറക്റ്റ് ചെയ്യാനുള്ള നടപടി നമ്മൾ എടുക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്തു, കുറേ ബെറ്ററായാൽ വിട്ടോളം പറ തേക്കടിക്ക്. ഇലക്ട്രിക്ക് പോയി നടന്ന് ഒരാഴ്ചയെങ്കിലും താമസിച്ചിട്ട് വരാൻ പറയണം. ഞാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ശരിയാണ്. ഉടനെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, എല്ലാവർക്കും തേക്കടി പോയി താമസിക്കാൻ പറ്റുമോ? എല്ലാവർക്കും തേക്കടി പോയി താമസിക്കാൻ പറ്റില്ല. എന്നാൽ എല്ലാവർക്കും അവരുടെ വീടിന്റെ ചുറ്റും തേക്കടിയാക്കാം. മനസ്സിലായില്ലേ? അത് ചെയ്യാത്തത് കൊണ്ടല്ലേ തേക്കടിയിലേക്ക് പോകേണ്ടി വരണേ. എല്ലാവരും തേക്കടി പോലെ മരം വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആ പ്രദേശം മുഴുവൻ അതാവില്ലേ? അവിടെ വന്നാലും മതി. അത് ആപ്പടെ 1.5 ഏക്കറാണ്. അല്ല, അതാണ് ഞാൻ പറയും, തേക്കടി പോലെ ആക്കാൻ പറയും. ആളുകൾക്ക് എന്നോട് എതിർക്കാൻ പറ്റില്ല. കാരണം ഞാൻ തേക്കടി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതാണ്. തേക്കടി അന്ന് 600 രൂപ ഒരു ദിവസം താമസിക്കുന്നത്. അപ്പം നമ്മുടെ വീട് തേക്കടി പോലത്തെ അന്തരീക്ഷത്തിലാക്കിയാൽ എത്ര രൂപ ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്? 600 രൂപ വരുമാനം ഡെയിലി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറേ പണിയൊക്കെ ചെയ്തത്. ഇപ്പം എനിക്ക് കറക്റ്റ് അറിയാം. ഞാൻ ഒരു ചെറിയ ഏരിയ, ഒരു 10 സെൻറ്റ് വരുന്ന ഏരിയയിൽ തേക്കടി പോലെ തന്നെ ആക്കി നിർത്തിയിട്ടുണ്ട്. എല്ലായിടും ആക്കാം, പക്ഷെ ഞാൻ ക്ലാസ് എടുക്കാൻ വരില്ല. എന്നെ പറമ്പിൽ നിർത്താമെങ്കിൽ ഞാൻ എൻ്റെ പറമ്പ് മുഴുവൻ തേക്കടിയുടെ അപ്പുറത്താക്കി തരാം. അതെ, എന്നോട് അവിടെ നിർത്തണ്ടേ, എന്നവിടെ നിർത്തണം. അല്ലാത്തപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഏതാണ് പ്രിഫറൻസ് കൂടുതൽ? ഇച്ചിരി ഏരിയ തേക്കടിയാക്കിയെങ്കിൽ 10,000 ഏക്കറും
തേക്കടിയാക്കാൻ എനിക്കറിയാം. ഞാൻ അത്രേ നോക്കണുള്ളൂ. തേക്ക തേക്കുണ്ട്. അങ്ങനെയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിദേശിയെന്നോ സ്വദേശിയെന്നോ ഒന്നുമില്ല. ഏതാണോ നട്ടുവെച്ചത് അതവിടെ വളരുമെങ്കിൽ അത് നമ്മുടേതാണ്. മനസ്സിലായി? തേക്ക് അവിടെ നട്ടു വളർന്നെങ്കിൽ അതവിടെ നിന്നോട്ടെ കൂട്ടത്തിൽ. തേക്ക് തന്നെ ആക്കരുത് എന്നുള്ളത്. തേക്ക് തന്നെ ആക്കരുത്. മോണോ കൾട്ടിവേഷൻ പാടില്ല, ദോഷമാണ്. കൃഷി പഠിപ്പിക്കുമ്പോൾ മനസ്സിലാക്കും തേക്കിൻ്റെ ഇട ദോഷമാണോ അക്കേഷ്യയുടെ ഇല ദോഷമാണോ ഇല്ലെന്നൊക്കെ കൃഷി പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. വേണ്ട, ഒരു ചെടിയും ഒരു ദോഷവും ഒരു മണ്ണിനും ചെയ്യില്ല. അതേസമയം ഏത് നല്ല ചെടിയാണെന്ന് പറഞ്ഞാലും അത് തന്നെ ആയാൽ മണ്ണിന് ദോഷമാണ്. അത് മനസ്സിലാക്കിയാൽ മതി. ഏതാണ് എൻ്റെയൊക്കെ എല്ലാവരും കൂടി കുറേ പേര് എതിർത്തായിരുന്നു പ്രകൃതിയിലുള്ളവർ. നിങ്ങൾ പറയുന്നത് തെറ്റാണ്. വിദേശത്ത് പോയി അവക്കാഡോ കൊണ്ടുവന്ന് തിന്നാനാണോ നിങ്ങൾ പറയണേ? അതൊരു വിദേശിയല്ലേ? നമ്മളുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ളതല്ലേ? അപ്പം ഞാൻ അവരോട് എന്താ ചോദിക്കുക? പപ്പായ ആരുടേതാണ്? നമ്മുടേതാണ്. ആര് പറഞ്ഞു? നമ്മുടേതല്ല. കപ്പ നമ്മുടേതല്ല. ഇതൊക്കെയല്ലേ നമ്മൾ തിന്നിട്ടിരിക്കണേ. ഒരുപാട് സസ്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് നട്ടുപിടിപ്പിച്ചതാണ്. നമ്മളതിൻ്റെ ക്ലാസിഫിക്കേഷൻ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നടുക, നമ്മുടെ കാലാവസ്ഥയിൽ അത് വളരുമെങ്കിൽ, നമ്മൾ സപ്പോർട്ടും കൊടുത്ത് വളരുമെങ്കിൽ, ഇവിടുത്തെ ജീവികൾ പോളിനേറ്റ് ചെയ്ത് കായുണ്ടാകുമെങ്കിൽ അത് നമ്മുടേതാണ്. അല്ലാതെ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടേതായിട്ട് നമുക്ക് എടുത്തിട്ട് വെച്ച് പിടിപ്പിക്കാം. അല്ലാതെ വിദേശിയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ പറമ്പിൽ നടില്ല എന്നും പറഞ്ഞ് ബലം പിടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ക്ലാസിഫൈ ചെയ്തെടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വിറ്റാമിൻ സിയും ഗ്രേപ്പ് സീഡും വിറ്റാമിൻ ബിയും നേരത്തെ പറഞ്ഞല്ലോ അതിൽ കൊടുത്താൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അല്ല, ഈ ഭൂമുഖത്തെ ഏത് ഡിസീസും മാറും. കാരണം ആരോഗ്യം വീണ്ടെടുത്തു. നമ്മൾ ആരോഗ്യം വീണ്ടെടുത്തു. ഒരു കാര്യവും കൂടി ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. മനസ്സിൻ്റെ മാലിന്യവും കൂടി ഒന്ന് കളയണം. മനസ്സിൻ്റെ മാലിന്യം കളഞ്ഞ് ജീവൻ്റെ വർധനവും വരുത്തി കഴിഞ്ഞാൽ, അത് പഠിപ്പിച്ചിട്ടുണ്ട്. മനസ്സിൻ്റെ മാലിന്യം കളയാനുള്ളത് പഠിപ്പിച്ചിട്ടുണ്ട്. മാലിന്യം കളയണം, സന്നിധാന ധ്യാനം ചെയ്യണം, ശംഖുലി ചെയ്യണം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും മാലിന്യം കളഞ്ഞ് ചൈതന്യത്തിൻ്റെ വർധന ഉണ്ടാക്കണം. അതായത് ഒരു ഭൗതിക വസ്തുവിനെ നിലനിർത്തുന്നത് ചൈതന്യ ശരീരമായിരിക്കെ ആ ചൈതന്യ ശരീരത്തിന് കരുത്ത് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചാൽ ഭൗതിക ശരീരത്തെ അത് ശരിയാക്കിക്കൊള്ളും. അതിനാണ് ശംഖുലി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കിയെടുത്ത്, ശങ്കരി ഭ്രമരി തന്നെയാണ്, വേറെ ഒന്നുമല്ല. പക്ഷേ അതിനെടുത്ത് പുതിയ ഒരു വേർഷൻ കൊടുത്ത് വയ്ക്കുന്നുള്ളതേ ഉള്ളൂ. യോഗ മാസ്റ്റർമാരോട് എല്ലാവരോടും നമ്മൾ യൂട്യൂബിലൂടെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്, എല്ലാവരും ഇതെടുക്കണം. ഞാൻ ശംഖുലി എടുക്കേണ്ട, നിങ്ങൾ ഭ്രമരിക്ക് മുൻഗണന കൊടുക്കണം. യോഗ കേന്ദ്രങ്ങൾ മുഴുവൻ അവരുടെ ഭ്രമരിക്ക് മുൻഗണന കൊടുക്കണം. ഇന്ന് ഭ്രമരിയുടെ സ്ഥാനം എവിടെയാണ്? യോഗയിൽ ഏറ്റവും ബാക്കിലാണ്. അതാണ് നമുക്ക് സംഭവിച്ചു പോയത്. ഇന്ന് കർഷകനാണ് ഏറ്റവും ബാക്കിൽ. അവൻ എവിടെ വരേണ്ടതാ? സ്ത്രീകളാണ് ഏറ്റവും ബാക്കിൽ. എവിടെ വരേണ്ടതാ? ഡിവൈനാണ് അവരുടെ ബോഡി സ്ട്രക്ചർ അതാണ്. പക്ഷെ ഇത് നമ്മൾ ഇതെല്ലാം മുന്നിലിരിക്കേണ്ടതിനടുത്ത് പുറകിലാക്കി നിർത്തിയിരിക്കുന്നത് കൊണ്ട് വലിയ അബദ്ധമാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് കറക്റ്റ് ചെയ്താൽ മാറും. ചെയ്ത് നോക്കാവുന്നതുള്ളൂ. റെക്കമെൻഡ് കൊടുക്കുക. ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് പ്രധാനമാണ്. ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കേണ്ട ജോലി നമ്മളുടേതാണ്. ഒരമ്മ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ഈ ഫ്രൂട്ട്സ് കഴിച്ചു തുടങ്ങിയാൽ കുഞ്ഞുങ്ങൾ ഈ ഫ്രൂട്ട്സിൽ മാത്രമായി നിൽക്കില്ലേ? അമ്മയും അച്ഛനും ജനിച്ചപ്പോൾ മുതൽ, ഗർഭിണിയായിരുന്നപ്പോൾ അതാണ് കഴിച്ചത്. കുഞ്ഞ് കണ്ടിട്ടുള്ളത് വീട്ടിൽ കഴിക്കുന്നത് മുഴുവൻ ഇത്തരം ഫ്രൂട്ട്സ് ആണെങ്കിൽ അതായിരിക്കില്ലേ? വീട്ടിൽ എന്താണോ കഴിക്കണത് അതല്ലേ കുഞ്ഞുങ്ങളും കഴിക്കുക. അപ്പം അത് ശീലിപ്പിക്കേണ്ട ജോലി നമ്മുടേതാണ്. നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമുക്ക് ശരീരത്തിന് അനുയോജ്യമായ അപ്രോപ്രിയേറ്റ് ആയത് ഇന്നതാണ് അറിഞ്ഞിരിക്കുന്നു.
നാളെ മോഡേൺ സയൻസ് അത് അംഗീകരിക്കുകയും ചെയ്യും. കാരണം ലാബിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിഷേധിക്കാൻ പറ്റുമോ? ലാബിൽ കണ്ടു കഴിഞ്ഞാൽ അവരത് അംഗീകരിക്കുകയും ചെയ്യും. നമ്മളിപ്പോഴേ പതുക്കെ പതുക്കെ അത് ചെയ്ത് തുടങ്ങിക്കൊള്ളുക. ഓക്കെ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പോരെ, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് പിടികിട്ടിയല്ലോ. ഇനിയിപ്പോൾ ക്യാൻസർ മേഖല എത്രയോ വലിയ വലിയ ഹെഗ്ഡെ നാഷണൽ അവാർഡ് മേടിച്ച ഡോക്ടറാണ് BM ഹെഗ്ഡെ. അദ്ദേഹം ക്യാൻസറിനെ പറ്റി പറഞ്ഞിരിക്കണത് എന്താ? ക്യാൻസർ ചികിത്സ ഒരു തട്ടിപ്പാണെന്ന് പബ്ലിക്കായിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു. ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? അയാൾ വേറെ ചികിത്സയൊന്നുമല്ല, ഇംഗ്ലീഷ് ചികിത്സയിൽ തന്നെ നിൽക്കുന്ന, മോഡേൺ സൈൻസിൽ തന്നെ നിൽക്കുന്ന ആൾക്കാർ. അപ്പം അതിനകത്തോട്ടൊന്നും പോകണ്ട. നമ്മൾ ഒരു ക്യാൻസറിൻ്റെ കാരണങ്ങൾ എന്താണെന്നാണ് നമ്മൾ അറിയുന്നത്. ക്യാൻസറിൻ്റെ കാരണങ്ങൾ മെയിനായിട്ടുള്ളത് ഇതൊരു ഡീജനറേഷനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ, ഇതൊരു ഡീജനറേറ്റീവ് ഡിസീസാണ്. ഷുഗർ ഒരു ഡീജനറേഷനാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഒരു ഡീജനറേഷനാണ്. ഡീജനറേറ്റീവ് ഡിസീസിൻ്റെ സൊല്യൂഷൻ എന്താ? മരുന്നാണോ? റീജനറേറ്റ് ചെയ്യാൻ കഴിയണം നമുക്ക്. റീജനറേറ്റ് ചെയ്താൽ സൊല്യൂഷനായി, അല്ലാതെ വേറെ ഒരു വഴിയില്ല. റീജനറേഷൻ എപ്പോഴാണ് പോസിബിൾ ആകുക? അവിടെയാണ് രഹസ്യം ഇരിക്കുന്നത്. ഇത് റീജനറേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ പവർഫുൾ ആകണം. ഒന്ന്, കോശങ്ങൾക്കുള്ളിൽ കടന്ന് കോശങ്ങളെ DNA സ്വാധീനിക്കാൻ കഴിവുള്ള വേവിക്കാത്ത ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. കോശങ്ങൾക്കുള്ളിൽ കടക്കാൻ അവർക്ക് മാത്രമേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് അവർക്ക് മാത്രം പറ്റുക എന്നുള്ളത്? അതായത് പഞ്ചഭൂതങ്ങൾ 5 കൊണ്ടാണ് നമ്മുടെ ശരീരം സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പഞ്ചഭൂതങ്ങളെ 5നെയും ആഹരിച്ചാണ് നമ്മൾ ജീവിതം നിലനിർത്തുന്നത്. അപ്പോൾ പഞ്ചഭൂതങ്ങളിലൂടെ നമുക്ക് വെള്ളം കുടിക്കുന്നുണ്ട്, വായു ശ്വസിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വായു ശ്വസിക്കുമ്പോൾ വായു മാത്രമാണോ ശ്വസിക്കുക? വേറെ എന്തോ കൂടി കിട്ടണുണ്ടോ ഇതിലൂടെ? വായു നമ്മൾ ശ്വസിക്കുന്നു, വായുവിലൂടെ വേറെ ഓക്സിജൻ മാത്രമല്ല കിട്ടുക, വേറെ എന്തോ ഒരു സാധനം കൂടി കിട്ടുന്നുണ്ട്. വെള്ളം കുടിക്കുമ്പോൾ വെള്ളം മാത്രമല്ല കുടിക്കുക, വെള്ളത്തിലൂടെ എന്തോ സാധനം കിട്ടുന്നുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണത്തിലൂടെ എന്തോ കൂടി കിട്ടുന്നുണ്ട്. ഭക്ഷണം മാത്രമല്ല കിട്ടുക. എന്താ അത്? സന്ദേശം. പ്രപഞ്ച സന്ദേശങ്ങൾ സൂര്യ സന്ദേശമായി ഭൂമിയിലേക്ക് എത്തി. പ്രപഞ്ച കേന്ദ്രത്തിൽ നിന്നും വരുന്ന സന്ദേശം സൂര്യരശ്മിയിലൂടെ സൂര്യ സന്ദേശമായി എത്തി സസ്യജാലങ്ങൾ പിടിച്ചെടുത്ത് അവരുടെ ഓക്സിജനിലൂടെയും ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെ, അവരുടെ ഉള്ളിലെ വെള്ളത്തിലൂടെയും നമുക്ക് പകർന്നു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെടുത്ത് പുഴുങ്ങിയാൽ എന്താ പറ്റുക? അതിനകത്ത് മാറ്റർ കിട്ടും, സന്ദേശം പോകും. ഇതാണ് സംഭവിക്കണേ. അപ്പൊ നമ്മളുടെ ശരീരത്തിന്റെ കേടുപാടുകൾ തീർക്കണമെന്നുണ്ടെങ്കിൽ ഉള്ള നോളജ് നശിപ്പിച്ചിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. ഇത് മാറാനാണ്, അതിന് മാത്രമേ റീജനറേഷൻ പോസിബിൾ ആകൂ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേവിക്കാത്ത ഭക്ഷണം കഴിക്കണം. വേവിക്കാത്ത ഭക്ഷണം കഴിക്കണമെന്നുള്ള നോളജ് നേരത്തെ ഉണ്ട്. പക്ഷേ ആവശ്യത്തിന് ക്വാണ്ടിറ്റി കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന ഒരു തെറ്റ് മാത്രമേ അതിനകത്തുള്ളൂ. അത് നമ്മൾ പൂരിപ്പിക്കണം. പൂരിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അത് ഭക്ഷണത്തിൽ മാത്രം മതിയോ? വെള്ളം, വിധിച്ച വെള്ളം എന്ന് പറയുന്നത് പച്ചവെള്ളം അല്ല. പച്ചവെള്ളം ആർക്ക് വിധിച്ചതാണ്? സസ്യജാലങ്ങൾക്ക് വിധിച്ചതാണ്. നമ്മളുടെ വിധിച്ച വെള്ളം എന്ന് പറയുന്നത് ജീവന്റെ തലം ഉയർത്തപ്പെട്ട വെള്ളം. അതായത് മണ്ണിൽ നിന്നും എടുക്കുന്നത് പച്ചവെള്ളമാണെങ്കിലും കരിമ്പിനകത്ത വെള്ളം പച്ചവെള്ളമല്ല. ജീവന്റെ തലം ഉയർത്തപ്പെട്ടു.
വെള്ളത്തിലുള്ള എല്ലാ മിനറൽസുകളുടെയും ജീവന്റെ തലം ഉയർത്തപ്പെട്ടു എന്നുള്ളത് അല്ലേ? അത് കുക്കുംബറിൽ വന്നാലും ഓറഞ്ചിനകത്ത് വന്നാലും പൈനാപ്പിളിൽ വന്നാലും എല്ലാത്തിലും ഇത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അത്തരത്തിലുള്ളൊരു വെള്ളം നമ്മൾ കുടിക്കണം, വിധിച്ച ഭക്ഷണം നമ്മൾ കഴിക്കണം, വിധിച്ച വെള്ളം നമ്മൾ കുടിക്കണം, വിധിച്ച ഓക്സിജൻ നമുക്ക് കൺസ്യൂം ചെയ്യണം. ഏതാ വിധിച്ച ഓക്സിജൻ? കാട്ടിലെ ഓക്സിജൻ എടുക്കണം. കാട്ടിലെ ഓക്സിജന്റെ വ്യത്യാസം എന്താ? ഡൈവേഴ്സിറ്റി ഒരു ഘടകം, വൈവിധ്യം. മറ്റൊന്നെന്താ? 60 വർഷത്തിനു മേൽ പ്രായമുള്ളവർ തരുന്ന സന്ദേശവും 6 വയസ്സുള്ളവർ തരുന്ന സന്ദേശവും തമ്മിൽ വ്യത്യാസമുണ്ട്. അത് മരങ്ങൾക്കുണ്ട്. 60 വർഷം പ്രായമായ മരങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമായി സന്ദേശം പകരാൻ പറ്റും. അവരുടെ ഓക്സിജൻ നമുക്ക് കിട്ടണം. നമ്മുടെ ഈ എറണാകുളത്ത് എവിടെയെങ്കിലും കാണുമോ ഒരു മരമെങ്കിലും 60 വർഷമുള്ളത്? എല്ലാം വെട്ടിമാറ്റി. ഓക്സിജൻ ഉണ്ട്, പക്ഷേ അത് ആയുസ് കുറഞ്ഞ, പ്രായം കുറഞ്ഞ മരങ്ങളിൽ നിന്നും കിട്ടുന്ന സന്ദേശം മാത്രമേ ആവുള്ളൂ. എന്നാൽ തേക്കടി പോലെയുള്ള നല്ല കൊടുംവനത്തിലോ 100, 150 വർഷം പഴക്കമുള്ള മരങ്ങൾ അതിനകത്ത് നിൽപ്പുണ്ട്. അവരുടെ ഓക്സിജൻ കൂടി മിക്സ് ചെയ്ത ഓക്സിജൻ നമുക്ക് കിട്ടുമ്പോൾ കൂടുതൽ സന്ദേശം കിട്ടും. ഡൈവേഴ്സ് ആയിട്ടുള്ള ഓക്സിജൻ, അതിൻ്റെ പ്രായം, അതിനകത്ത് നോളജ് ഡിഫറൻ്റ് ആണെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, തെളിയിക്കാൻ പറ്റുള്ളൂ. ഒരാൾ വന്നേച്ചും പറയണം ഒന്ന് തെളിയിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയല്ല, അത് നമ്മുടെ ജോലിയല്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് ശ്വസിച്ച് നോക്കുക, അവിടെ പോയി ഇരുന്ന് നോക്കുക. എന്തുകൊണ്ട് പണ്ടത്തെ സന്യാസിമാർ കൊടും കാടിനുള്ളിൽ പോയി ഇരുന്ന് ധ്യാനിച്ചു? വീട്ടിലിരുന്ന് ധ്യാനിച്ചാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ആൾ ശല്യമൊന്നും ഇല്ലാത്ത ഒരു പ്രദേശത്തിരുന്ന് പോയായിരുന്നോ? ഒരു കൊടും കാടിനുള്ളിലേക്ക് തന്നെ പോയത് ആ സന്ദേശം സ്വീകരിക്കാൻ പറ്റിയ രീതിയിൽ അവരുടെ ശരീരം ട്യൂൺ ചെയ്തുകൊണ്ട് അവരവിടെ ഇരുന്നു. അവരവിടെ ചെന്ന് നമ്മൾ പോണ പോലല്ല, അവർ പോയി ഇരുന്നത് എന്തിനാണ്? എനിക്ക് സന്ദേശം വേണം എന്നുള്ള ആഗ്രഹത്തിന്. എങ്കിൽ മാത്രമേ അത് കയറുള്ളൂ, അത് ശരിക്കും ഉള്ളിലേക്ക് കയറി വരുള്ളൂ, സന്ദേശം കൂടി എടുക്കാൻ പറ്റും. ഇതേമാതിരി തന്നെ അവിടുത്തെ അഗ്നി, ഒരു AC ക്ലൈമറ്റ് നമുക്ക് വേണം. അത് മരങ്ങൾ കൊണ്ടുള്ള AC ക്ലൈമറ്റ് ആയിരിക്കണം, അല്ലാതെ ഭൂമിയുടെ പൊക്കം കൊണ്ടുള്ള തണുപ്പല്ല. മരങ്ങൾ കൊണ്ട് തീർത്ത തണുപ്പ് നമുക്ക് കിട്ടണം. അപ്പോൾ അതും വേണം. അതും അന്നം. 5. പിന്നെ കിളികളുടെ ശബ്ദം, ഇലകൾ കാറ്റത്ത് ആടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം, വെള്ളം ഒഴുകുമ്പോഴുള്ള ശബ്ദം, വെള്ളം ചാടുമ്പോഴുള്ള ശബ്ദം, മൃഗങ്ങളുടെ ശബ്ദം, വൈവിധ്യമാർന്ന പല ശബ്ദങ്ങളും നമ്മുടെ അന്നമാണ്. ഈ 5 അന്നങ്ങളെയും വിധിച്ചതാക്കണം. ഈ രോഗങ്ങളെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ, അതായത് ഇത് ഡീജനറേറ്റീവ് ഡിസീസിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 അന്നങ്ങളും വിധിച്ച അന്നത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ട് വരും. അതെത്രമാത്രം നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ കുറച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിൻ്റെ റിസൾട്ട് കിട്ടും. ഭക്ഷണത്തിൽ ഇത് മാത്രം ചെയ്താൽ തന്നെ അതിൻ്റെതായ കിട്ടും. കൂടുതൽ പെർഫെക്ഷനിലേക്ക് നമുക്ക് പോകണം. അപ്പം ഇതിനും നമ്മൾ സെയിം പ്രൊസീജിയറാണ്. ഇപ്പം ക്യാൻസറിനും സെയിം പ്രൊസീജിയർ. ആദ്യം എന്ത് ചെയ്യണം? രക്തത്തിൻ്റെ pH കറക്റ്റ് ചെയ്യണം. രക്തത്തിൻ്റെ pH കറക്റ്റ് ചെയ്യാൻ കുക്കുംബർ ജ്യൂസ് മതിയല്ലോ. കുക്കുംബർ ജ്യൂസ് മതി. പിന്നെന്തിൻ്റെ ഏതിൻ്റെ pH? മജ്ജയുടെ pH. അവക്കാഡോ. കുടിവെള്ളം എന്തായിരിക്കണം? നമ്മൾ നേരത്തെ കൊടുത്തത് പൂവരശിൻ്റെ ഇലയിട്ടുള്ള വെള്ളം, അതൊക്കെ ഒരു മെഡിസിനായിട്ട് കൊടുത്തതാണ്. പരമാവധി എന്തായിരിക്കും? ജീവന്റെ തലം ഉയർത്തപ്പെട്ട ഫ്രൂട്ട് ജ്യൂസ്. വിവിധ തരം ഫ്രൂട്ട് ജ്യൂസുകൾ കൊടുക്കുക. വിവിധ തരം ഫ്രൂട്ട് ജ്യൂസുകൾ. ഭക്ഷണം വിവിധ തരത്തിലുള്ള ഫ്രൂട്ട്സ്, നേരത്തെ പറഞ്ഞതുപോലെ കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ റേഷ്യോ കറക്റ്റായി കൊടുക്കാൻ പറ്റുന്ന ഇത് കൊടുക്കുക. അപ്പോൾ ഭക്ഷണമായി.
ഇനി നമുക്ക് വേണ്ടത് പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ്. ഈ ഫ്രൂട്ട്സ് എല്ലാം തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് വിറ്റാമിൻ സിയും ഗ്രേപ്പ് സീഡും വിറ്റാമിൻ ബിയും ആസ് എ മെഡിസിൻ നമ്മൾ കൊടുക്കണം. ഇന്നത്തെ കണ്ടീഷനിൽ അത് കൊടുക്കണം. മറ്റൊന്ന് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രതിരോധ ശക്തി കൂട്ടി എല്ലാം ചെയ്തു, പക്ഷേ അയോഡിൻ ഡെഫിഷ്യൻസി ക്യാൻസറിൻ്റെ മൂലകാരണങ്ങളിലൊന്നാണ്. മൂലകാരണങ്ങൾ. അപ്പോൾ അതിനെന്ത് കൊടുക്കും? അകത്തി കൊടുക്കാം. വേറെ ഫ്രൂട്ട് ഏതുണ്ട്? ഞാവൽപ്പഴപ്പൊടിയുണ്ട്. ഞാവൽപ്പഴപ്പൊടിയും അയഡിൻ കൊടുക്കാം. നേരത്തെ ശുദ്ധീകരണ പ്രക്രിയ എല്ലാം ചെയ്യണം, ഇതിനും ചെയ്യണം, എല്ലാ ശുദ്ധീകരണ പ്രക്രിയയും ചെയ്യണം. കാരണം ക്യാൻസറിൻ്റെ മറ്റൊരു കാരണം സോഡിയം ബേസ്ഡ് സെൽ ഇൻ ആൻ അസിഡിക് സിറ്റുവേഷനാണ്. അതായത് സോഡിയത്തിൻ്റെ സാന്നിധ്യം, അസിഡിറ്റി ഉണ്ടായിരിക്കുകയും ചെയ്താൽ അവിടെ ക്യാൻസർ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ സോഡിയം ബേസ്ഡ് സെൽ ഇൻ ആൻ അസിഡിക് സിറ്റുവേഷൻ വരണം. കാരണം കോശങ്ങളിലൂടെ വെളിയിൽ പോകുന്ന വിയർപ്പിൻ്റെ സ്വാതന്ത്ര്യം ഒരു രസമാണ്, അത് വെളിയിൽ പോകണം, സോഡിയം വെളിയിൽ പോകണം. അതോടൊപ്പം അസിഡിറ്റിയും പുളിയും ഉണ്ടതിന്. വിയർപ്പിക്കുക എന്നുള്ളത് ക്യാൻസറിനെ സംബന്ധിച്ച് പ്രതിരോധ സംവിധാനമാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, വിയർക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനടി ബന്ധപ്പെടണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം 100 കണക്കിന് മനുഷ്യർ ബന്ധപ്പെട്ടു. ഞങ്ങൾ വിയർക്കുന്നില്ല സാറേ, വിയർക്കുന്നില്ല. ഇന്നലെ നൈറ്റിലും വിളിച്ചാൽ അമേരിക്കയും ഞങ്ങൾ വിയർക്കണേ ഇല്ല, നാട്ടിൽ നിന്ന് വന്നിട്ട് ഇന്നേ വരെ വിയർത്തിട്ടില്ല. ഉടനടി വിയർപ്പിക്കണം. ഈ സാധനമൊന്നും വരുത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അവിടെ തന്നെ ഒരു സാധനം ഉണ്ടാക്കിയിട്ട് നാരങ്ങാ തൈലം എത്തിയിട്ടില്ല. നാരങ്ങാ തൈലം വേണ്ട, ഒരു 8-10 നാരങ്ങ മുറിച്ചിട്ട് 1 ലിറ്റർ എണ്ണയിൽ കാച്ചിയെടുക്കുക, ഇത് ദേഹത്ത് പുരട്ടിയിട്ട് ചെയ്തോളാൻ പറഞ്ഞു. അവർ റെഡിയായി കഴിഞ്ഞു. കാരണം അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി. കാരണം അവർക്ക് ആൾറെഡി ഫാറ്റി ലിവർ ആയിക്കഴിഞ്ഞു. ഫാറ്റി ലിവർ ഗ്രേഡ് 1, ഉടൻ ഗ്രേഡ് 2 ലിവർ സിറോസിസ്, ലിവർ ക്യാൻസറിലേക്ക് പോവുക. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോവുക. ഇതൊരു നിസ്സാര കാര്യമല്ലേ വിയർക്കാത്തത്? നമ്മൾ എന്തിനാ എക്സർസൈസ് ചെയ്യണത്? എന്തിനാ വിയർക്കാനാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അല്ലാതെ തന്നെ വിയർപ്പിക്കാനുള്ള നടപടി എടുത്തിരിക്കണം. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന് ക്യാൻസറിൽ അറിഞ്ഞിരിക്കേണ്ടത്, ആൽക്കലൈൻ മീഡിയത്തിൽ ക്യാൻസർ സെൽ ഡെവലപ്പ് ചെയ്യില്ല. സയൻറ്റിഫിക്കായിട്ട് പ്രൂവ്ഡാണത്. അസിഡിക് മീഡിയത്തിലെ ക്യാൻസർ സെൽ ഡെവലപ്പ് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ ക്യാൻസർ സെൽ വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ആൽക്കലൈൻ കണ്ടന്റ് ഉള്ളത് കൂടുതൽ കൺസ്യൂം ചെയ്യണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല, കുറച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് ആൽക്കലൈൻ കണ്ടന്റ് ഉള്ള സാധനങ്ങൾ. വാഴക്ക നമ്മൾ വേവിച്ചാണ് കഴിക്കണമെങ്കിലും നല്ല ആൽക്കലൈൻ. വാഴയുടെ കായില്ലേ, വാഴയുടെ പച്ചക്ക നല്ലതാണ്. അപ്പോൾ നമ്മളുടെ നിത്യഭക്ഷണത്തിൽ കറികൾ ഉണ്ടാക്കുമ്പോൾ ആൽക്കലൈൻ കണ്ടന്റ് ഉള്ളതിൻ്റെ കറികൾ കൂട്ടിക്കൊള്ളുക. ക്യാൻസർ വന്നിട്ട് ചെയ്യാനിരിക്കണോ? വേണ്ടല്ലോ. നിത്യഭക്ഷണത്തിൽ ആകില്ല, അത് കൂട്ടി കൊണ്ടുപോകുക. പിന്നൊരു കാര്യം, പച്ചക്കായുണ്ട്, പച്ചയുടെ പോക്കായുണ്ട്, വിണ്ടിയുണ്ട്. പിന്നെ എല്ലാ വെജിറ്റബിളുകളും ആൽക്കലൈനാണ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റേണ്ടത് ആ മനു വന്നു സോഡിയം ബേസ്ഡ് സെല്ലിനെ പൊട്ടാസ്യം ബേസ്ഡ് സെല്ലിലേക്ക് കൊണ്ടുപോകും. പൊട്ടാസ്യം ബേസ്ഡ് സെല്ലാണ്. അതായത് നമ്മളൊരു 11 വയസ്സ് വരെ സോഡിയം ബേബിയാണ്. 11 വയസ്സിന് ശേഷം നമ്മൾ പൊട്ടാസ്യം ബേബിയാണ്. നമ്മൾ പൊട്ടാസ്യം റിച്ച് ആയിരിക്കണം, സോഡിയം അല്ല റിച്ച് ആകേണ്ടത്. നേരെ ഓപ്പോസിറ്റ് വരികയാണ്, പൊട്ടാസ്യം റിച്ച് ആകണം. അപ്പോൾ പൊട്ടാസ്യം എന്തിലുണ്ട്? എല്ലാ വാഴപ്പഴത്തിലും എല്ലാ ഫ്രൂട്ട്സിലും പൊട്ടാസ്യം കൂടുതലായിരിക്കും. അവോക്കാഡോയിൽ പൊട്ടാസ്യം റിച്ചാണ്. കരിക്കിൻ്റെ വെള്ളത്തിനകത്ത് പൊട്ടാസ്യം റിച്ചാണ്.
തേങ്ങാപ്പാലിനകത്ത് പൊട്ടാസ്യം റിച്ചാണ്. അപ്പോൾ പൊട്ടാസ്യം റിച്ചാക്കാൻ ഒരു പ്രയാസവും ഇല്ല. പൊട്ടാസ്യം റിച്ച് വേവിക്കാത്ത ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. കല്ലുപ്പാണോ ഇന്നതാണോ എന്ന് പ്രശ്നം വരുന്നില്ല. കാരണം അതിനകത്ത് സോഡിയം മനുഷ്യ ശരീരത്തിന് അനുയോജ്യമായ രീതിയിലുണ്ട്.